നമ്മള് വിശേഷിച്ചും കേരളത്തിലെ മനുഷ്യര് വർഷം തോറും കാത്തിരിക്കുന്ന ചില ഉത്സവങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം ഓണം, ക്രിസ്തുമസ്, റംസാൻ. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ദേശീയോത്സവം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം തൃശ്ശൂർ പൂരം, പൂരങ്ങളുടെ പൂരമാണ്. ഇതിന് പ്രധാനമായിട്ട് കുടമാറ്റം, പഞ്ചവാദ്യം, മൂന്നാമതായിട്ടാണ് അതിന്റെ വെടിക്കെട്ട്. പഞ്ചവാദ്യമാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. 4 താളവാദ്യങ്ങളാണ്. മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക. ഒന്ന് കാറ്റ് വാദ്യമാണത് കൊമ്പ്. ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ആകർഷകമായി നിൽക്കുന്നത്. ഇതിനകത്ത് 2-3 പ്രസ്താവനകളാണ് ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ളത്. BJP-യുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് വോട്ട് നേടാൻ വേണ്ടി ഒരു തിരക്കഥ തയ്യാറാക്കിയെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ശ്രീ മുരളീധരൻ പറഞ്ഞത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണിത്. ഇപ്പൊ അവതാരകൻ പറഞ്ഞു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. നമുക്കറിയാം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പല വർഷങ്ങളിലും കഴിഞ്ഞ വർഷം ആന എഴുന്നള്ളിക്കുന്നതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പല വർഷങ്ങളിലും കളക്ടറും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ ഇതിനകത്ത് അത് LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അതിനകത്ത് ഇടപെടാറുണ്ട്. അത് ഇടപെടുന്നത് അത് നല്ല രീതിയിൽ നടത്തിക്കുന്നതിന് വേണ്ടിയാണ്. കാര്യം ആന എഴുന്നള്ളിക്കുമ്പോൾ അവിടെ അസാധ്യം ഉണ്ടാതിരിക്കുക, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതിനൊക്കെ വേണ്ടുന്ന ചില നിയന്ത്രണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോഴല്ല, പൂരമുണ്ടായ കാലം മുതൽ, എനിക്കൊക്കെ ഓർമ്മയ കാലം മുതൽ അറിയാവുന്ന ഒരു കാര്യമാണ്. പൂരത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ദൗർഭാഗ്യവരാണ്, ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല. കാരണം തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് തിരുവമ്പാടി, പാറമേക്കാവ് രണ്ടുപേരുടെ മത്സരിച്ചുള്ള കുടമാറ്റം, അതിനുശേഷം ഇപ്രാവശ്യം 300 കലാകാരന്മാരോളം പങ്കെടുത്ത ഇലഞ്ഞിത്തറ മേളം, ഇതെല്ലാം ഇത് ഏകദേശം വൈകിട്ടാണ് കുടമാറ്റമൊക്കെ നടക്കുന്നത്. പഞ്ചവാദ്യമല്ല. രാത്രി 3 മണിക്കാണ് സാധാരണഗതിയിൽ വെടിക്കെട്ട് തുടങ്ങുന്നത്. അത് 3 മണിക്ക് തുടങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ 6-6:30 ആകുമ്പോഴത്തേക്കും. പ്രാവശ്യം വെടിക്കെട്ട് തുടങ്ങിയത് രാവിലെ 6 മണി കഴിഞ്ഞാണ്. 3 മണിക്കൂർ കൂടുതൽ ഡിലേ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അവതാരകൻ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ പ്രത്യേകിച്ച് ഒരു അജണ്ടയുണ്ട്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല ശ്രീ ബലദേവ്. താങ്കൾ അതിനകത്ത് രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് കൃത്യമാണ്. ഇതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ട്. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ആനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് മുൻപും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറെ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എവിടെയൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് അജണ്ട എന്ന് ഉദ്ദേശിച്ചത്. ശരി, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് അല്ല, അതിനകത്ത് ഞാൻ UDF ഗവൺമെന്റ് LDF ഗവൺമെന്റ് എന്ന് പറയില്ല, കേരളത്തിൽ ഭരിക്കുന്ന 2 ഗവൺമെന്റുകളാണ്. ഈ ഗവൺമെന്റുകളെല്ലാം ഈ ആഘോഷങ്ങളെല്ലാം, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും, അത് ജാതിയും മതവും നോക്കാതെ എത്രയും മനോഹരമായിട്ട് നടത്താൻ മാത്രമേ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ അന്വേഷണത്തിന് DGP ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി DGPക്ക് അതിന്റെ ഓർഡർ കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകും. ഇവിടെ ഞങ്ങളുടെ യഥാർത്ഥ അന്വേഷണത്തിൽ മനസ്സിലായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ വീഴ്ച ഈ വോട്ട് നേടാനുള്ള ആണെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി നടത്തിയ തിരക്കഥയാണെന്ന് സുരേഷ് ഗോപി പറയുകയും, അത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനവും BJP ഭരിക്കുന്ന കേന്ദ്രവും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുമ്പോൾ അതിന് എത്ര കണ്ട് തൃശ്ശൂർ നിവാസികൾ, അതിന് പുറത്തുള്ളവർ കാഴ്ചക്കാരാണ്, ഇതിനകത്ത് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു തൃശ്ശൂർക്കാരാണ്. പുറത്തുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വരാറുണ്ട്, ഞാനും അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ കേരള ഗവൺമെന്റ് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു തിരക്കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. ഇത് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള ആക്സിഡന്റലായിട്ട് സംഭവിച്ചതാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ആക്സിഡന്റലായി സംഭവിക്കുക എങ്ങനെയാണ്? തൃശ്ശൂർ പൂരം ഏതെങ്കിലും ഒരു പ്രാദേശികമായി നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഉത്സവത്തിലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് ആക്സിഡന്റലായി സംഭവിക്കുക? തൃശ്ശൂർ പൂരം എന്നത് താങ്കൾ തന്നെ പറഞ്ഞു, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. അവിടെ എങ്ങനെയാണ് ആക്സിഡന്റലായി ഒരു സംഭവം നടക്കുക? കഴിഞ്ഞ തവണ പൂരനഗരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇതേ കമ്മീഷണർക്ക് കോടതിയിൽ മാപ്പ് പറയേണ്ടത് പൂരമായിട്ട് ബന്ധപ്പെട്ട ആണോ എന്ന ചില സംശയങ്ങളുണ്ട്, അതിൽ വ്യക്തത വരുത്തണം. അവിടെ ഇത്തരം ചില പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നീട് ക്ഷേത്രത്തിനുള്ളിൽ, അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ഭക്തരോട് മോശമായി പെരുമാറി അവിടെ ഭക്തരെ മർദ്ദിച്ചു എന്ന ആരോപണം ഉയർന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ഉൾപ്പെടെ അവിടെ പൂരത്തിന് ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നു. പിന്നീട് രാത്രി 1:30 വരെ 1 മണി വരെ കാര്യങ്ങൾ കുടമാറ്റം ബന്ധപ്പെട്ട അതിന് മുൻപ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മടത്തിൽ വരവ് വരെ, കുടമാറ്റം മുതൽ മടത്തിൽ വരെ വരെയുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മടത്തിൽ വരവ് എഴുന്നള്ളത്ത് സമയത്ത് പെട്ടെന്നൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ്. അവിടെ ഈ എഴുന്നള്ളത്ത് കാണാനായി എത്തുന്ന ആ വരവേൽപ്പ് കാണാനായി എത്തുന്ന ആളുകൾക്കാർക്കും അവിടേക്ക് പ്രവേശനമുണ്ട്. അവിടെയൊക്കെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തും.
ഏർപ്പെടുത്തുന്നു. അവിടേക്ക് ആനകളുടെ എണ്ണം പോലീസ് പറയുകയാണ് അവിടേക്ക് ഇത്ര ആനകളെ കൊണ്ടുപോകാൻ പാടില്ല. ഈ എഴുന്നള്ളത്തിന് മുൻപിൽ കുത്തുവിളക്കുമായി പോകുന്ന ആളെ പോലീസ് തടയുന്നു. അതിനും മുൻപ് അവിടെ വിളക്കുമാടത്തിൽ വിളക്ക് വെക്കാൻ വരുന്ന ജീവനക്കാരെ പോലീസ് തടയുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന കുടയുമായി എത്തുന്ന ആളുകളെ പോലീസ് തടയുന്നു. പൂരനഗരിയിലെ പ്രദർശനി നിർത്തിവെക്കണമെന്ന് പറയുന്നു. അവിടെ ഒരു മന്ത്രി തന്നെ ഇടപെട്ട് അവിടെ അത് മുന്നോട്ട് ഇത്തരം നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് പോലും അവിടെ കാര്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ല. പോലീസ് അവിടെ എത്തിയ പ്രദർശന നഗരിയിലെ ആ സ്റ്റാളുകൾ പൂട്ടാൻ നിർദ്ദേശം നൽകുന്നു. അവിടുത്തെ വൈദ്യബന്ധം വിച്ഛേദിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരത്തിൻ്റെ അന്ന് മുതലുള്ള ഒരു 10-20 മണിക്കൂറിലെ കാര്യങ്ങൾ നോക്കിയാലൊക്കെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായതൊക്കെ ഇത്തരം വീഴ്ചകളാണ്. അതിനെ ചെറിയ വീഴ്ച എന്ന് നോക്കിക്കാണാൻ കഴിയില്ല. പരാതി പറയേണ്ട സമയത്തൊക്കെ ദേവസ്വം പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും കാര്യമായ മാറ്റം ഇതിൽ ഉണ്ടാകുന്നില്ല. അവിടെയാണ് എവിടെയോ ഒരു അജണ്ടയുണ്ടോ ഒരു തിരക്കഥയുണ്ടോ എന്ന സംശയം ഉണ്ടാകുന്നത്. ശ്രീ ബലദേവ്.